നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ ഗോമതിയോട് പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഗോമതി, എന്താണെങ്കിലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല ബാലേട്ട, ആ ലോകിന് കുറച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് വക്കീലിനോട് നമുക്ക് പറഞ്ഞാലോ? ഇത് കേട്ട് കഴിയുമ്പോൾ വക്കീല് പറയും, എങ്കിൽ പിന്നെ കേസുമായിട്ട് എന്തിനാ പോന്നേന്ന്. ഇതേ ഗോമതി, നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യാം, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ബാലേട്ട, ഞാൻ ദേ മിണ്ടാതിരുന്നോണം എങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബാലൻ അനുവിന്റെ ആൻ്റെ അടുത്തേക്ക് വന്നു. പിന്നീട് ചോദിച്ചു, മോളെ, വക്കീല് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ? എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കോടതി പറയേണ്ട എന്തൊക്കെയാണെന്ന് അറിയാലോ? എല്ലാം എനിക്കറിയാം അച്ഛാ, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, നമ്മുടെ കേസായിരിക്കും ചിലപ്പോൾ ആദ്യം വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോടതിക്കുള്ളിലേക്ക് കയറി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവരുടെ കേസ് തന്നെ ആദ്യം വിളിച്ചേ. അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജ് രവി വർമ്മ വക്കീലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അനുസരിച്ച് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനുസരിയെ വീണ്ടും വിസ്തരിക്കാനായിട്ട് തുടങ്ങി. അനുസരിയെ പ്രതിക്കൂട്ടി കയറ്റി നിർത്തി. ഈ സമയത്ത് രവി വർമ്മ വക്കീൽ പറഞ്ഞു, മോർഫ് ചെയ്ത ചില ചിത്രങ്ങളൊക്കെ കാണിച്ച് എന്റെ കക്ഷി ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു. അങ്ങനെ ഇവരിറങ്ങി വന്നു. ഇവര് സ്വയം മനസ്സാലെ ഇറങ്ങി വന്നൊന്നും അല്ല. എന്റെ കക്ഷി ഇവരെ വിളിച്ചു വരുത്തിയതാ എന്നൊക്കെയായിരുന്നല്ലോ ഇതിനു മുമ്പ് ഇവര് മൊഴി കൊടുത്തിരുന്നേ. പക്ഷെ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി അങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് മൊഴി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനുസരിയും ബാലിനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് വക്കീല് പറഞ്ഞു, അതെ, ഈ പെൺകുട്ടി പറഞ്ഞ മൊഴിയിലെ വൈരുദ്ധ്യം, സ്വന്തം ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാണ് ആ ലോകം എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായി ആ കുടുംബത്തിലേക്ക് ചെല്ലുവോ? വിവാഹം കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ചെല്ലുവോ? ഈ പെൺകുട്ടി പറഞ്ഞ മൊഴിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എല്ലാരും അത് വിശ്വസിച്ചു. പക്ഷെ അതൊന്നും അല്ല ശരിയായിട്ടുള്ള കാര്യം എന്നൊക്കെ രവി വർമ്മ വക്കീൽ ഇങ്ങനെ വാദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനുവിന്റെ വക്കീൽ എഴുന്നേറ്റ് പറഞ്ഞു, കേസ് വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. ശരിക്കും സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. പക്ഷെ അതങ്ങനെയല്ലെന്ന് വരുത്തി തീർത്ത് എന്റെ കക്ഷിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അനുവിന്റെ വക്കീലും ബാധിച്ചു. പക്ഷേങ്കില് വീണ്ടും കാര്യങ്ങൾ ചോദിക്കാനായിട്ട് രവി വർമ്മ വക്കീലിനോട് ജഡ്ജി പറഞ്ഞു. രവി വർമ്മ വക്കീലിന് സന്തോഷമായി. അനു ആകപ്പാടെ പേടിച്ച് വിളറി നിൽക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് വക്കീൽ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അയാളാണെങ്കിൽ ആളൊരു കുറുക്കനാന്നുള്ള കാര്യം അനുവിനോട് നേരത്തെ തന്നെ അനുവിന്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. നമ്മൾ പറയുന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം, ഒരു കാരണവശാലും മാറ്റി പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രവി വർമ്മ വക്കീല് വീണ്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അനുശ്രീയോട് പറഞ്ഞു, നിങ്ങൾ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായിട്ടാണ് അലോകിന്റെ ഭാര്യയായിട്ട് അവിടേക്ക് ചെന്നതെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലാന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നെന്ന് മുമ്പ് തന്നെ നിങ്ങൾ സമ്മതിച്ച കാര്യമല്ലേ? നിങ്ങൾ ആ വീട്ടിലേക്ക് പോയത് അലോകിനെ ഇഷ്ടമുള്ളതുകൊണ്ടാ? അല്ലെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് സന്തോഷവും സുഖമായിരുന്നു ചെന്ന് കയറിയതിന് ശേഷം? അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? ഈ വീട്ടിൽ അലോക് എന്നെ പീഡിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥത സമാധാനമില്ല, എന്നെ ബലമായിട്ട് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയെന്ന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു പരാതി ഒന്നും കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് അവിടെ പരമാനന്ദ സുഖമാണ്. നിങ്ങൾ വീട്ടുകാരുടെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ പോയി നല്ല അന്തസ്സായിട്ട് ജീവിക്കുമായിരുന്നു. അതായിരുന്നല്ലോ സത്യം. എന്നിട്ട് ഒടുവില് എന്റെ കക്ഷിക്കെതിരെ ഒരു കള്ള പരാതി കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്തേന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനുസരിയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല. എന്റെ കക്ഷിക്ക് നല്ലൊരു ജീവിതം ആയിരുന്നില്ല അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ശരിക്കും അവൾ ആ വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ തന്നെ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് അലോകിന്റെ ഭാഗത്തു നിന്നും. ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHOയുടെ ഇതാണ്, മൊഴിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പേപ്പർ വായിച്ചു നോക്കി. ആ സമയത്ത് ജഡ്ജി അത് വായിച്ചു നോക്കുന്ന സമയത്ത് വക്കീല് പറഞ്ഞു, അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ കക്ഷി മ്യൂസിയത്തിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് അലോക് അനുസരി ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് പിടിച്ച് വാൺ ചെയ്ത് വിട്ടാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് തരണമെന്നും പറഞ്ഞു. അന്ന് അലോകിനെ പിടിച്ചുകൊണ്ട് പോകേണ്ടതായിരുന്നു SHO. പക്ഷെ അന്നത് ചെയ്തില്ല. അത് ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ അന്നേ അവൻ അകത്ത് കിടന്നേനം. കണ്ടില്ലേ, പുറത്ത് പോലും അവൾക്ക് ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ കുടുംബത്തിനകത്ത്? ഒരു പക്ഷേങ്കില് വല്ലവരുടെയും ഭീഷണിയെ ഭയന്നായിരിക്കും അവള് കാര്യങ്ങളൊന്നും പറയാതിരുന്നേ, പരാതിയൊന്നും കൊടുക്കാതിരുന്നേ. അവളുടെ സ്വന്തം കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറൊന്നും അല്ല അവള് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാദിക്കുകയാണ്. ഈ സമയത്ത് രവി വർമ്മ വക്കീൽ എഴുന്നേറ്റു. എന്നിട്ടൊരു തെളിവ് അങ്ങോട്ട് കൊടുക്കുകയാണ്.
ഈ പറയുന്ന കക്ഷിക്ക് അവിടെ പീഡനമായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങ് നോക്ക്, ഇത് ബില്ലാണ്, ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ബില്ല്, 1,00,000 രൂപ മുകളിലുള്ള ഡ്രസ്സാണ് ഈ നിൽക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്റെ കക്ഷി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബില്ലങ്ങട് കാണിച്ചു. അപ്പോഴേക്കും ജഡ്ജത് നോക്കി. ആ സമയം അനസരയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് വാദിച്ചിട്ട് പറഞ്ഞു, അതെ, ഉപദ്രവമൊക്കെ കഴിഞ്ഞിട്ട് ചിലര് സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിൽ എന്തർത്ഥമാണ് ബഹുമാനപ്പെട്ട കോടതി ഉള്ളത്? ഒരർത്ഥവും ഇല്ല. ചെയ്യേണ്ട ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ട് കുറെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഭാര്യയ്ക്ക് അവളുടേതായ വിലയുണ്ട്, അവളുടേതായ സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് കിട്ടാത്തത് മനസ്സമാധാനം കാര്യങ്ങളൊന്നും കൊടുക്കാതെ അവളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് പിന്നെ ഈ കൊടുക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനസരയുടെ വക്കീലും വാദിച്ചു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ അതിഗംഭീരമായിട്ട് നടന്നു. ഒടുവിൽ രണ്ടുപേരുടെ വാദപ്രതിവാദങ്ങളൊക്കെ അവസാനിച്ചു. ഇനിയിപ്പം ജഡ്ജിന്റെ ഊഴമാണ്. ജഡ്ജാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നീട് ജഡ്ജ് അലോകിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അതെ, ഞാന് ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അനു പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത കുറ്റങ്ങളാണ്. അവളോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാ. എനിക്ക് കോടതി എന്ത് ശിക്ഷ വേണം തന്നു, അതൊക്കെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കുവാന്ന് പറഞ്ഞു. അച്യുതനും രവിവർമ്മ വക്കീലും എല്ലാരും ഞെട്ടിപ്പോയി. എന്തിനേറെ പറയണു, അനുവും ബാലിനും വരെ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അലോകിന്റെ വക്കീൽ പെട്ടെന്ന് എഴുന്നേറ്റു. രവിവർമ്മ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, കുറച്ച് ദിവസം ജയിലിൽ കിടന്നതിന്റെ ബുദ്ധിമുട്ട് അലോകിനുണ്ട്. അതുകൊണ്ട് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഈ കേസിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ള പെർമിഷൻ കോടതി തരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, ഇനി എന്താണെങ്കിലും അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ ആരും വിസ്തരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രവിവർമ്മ വക്കീലിന് മനസ്സിലായി ഇനിയിപ്പോ ഒന്നും നടക്കില്ല. കാരണം ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. അച്യുതനൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അലോക് കരയുമായിരുന്നു കോടതി നിന്നിട്ട്. പിന്നീട് ജഡ്ജി അനസരയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനസര പറഞ്ഞു, ഉണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അതെ, അലോകിനെതിരെയുള്ള ഈ കേസ് ഞാൻ പിൻവലിക്കാൻ പോവുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യം സത്യമാണോ? നിങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ പോവാണോ? ആരുടെയും പ്രേരണ കൊണ്ടാണോ നിങ്ങൾ ഈ പറയണേ? അല്ല കോടതി, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞു. അലോക് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. അച്യുതനയ്ക്ക് ആകെപ്പാടെ അന്താളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ബാലന്റെ മനസ്സിലേക്ക് വരുന്നേ തലേ ദിവസം അനസര തന്റെ അടുത്തേക്ക് വന്ന കാര്യങ്ങളാണ്. ബാലൻ കടയിലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനസര എങ്ങോട്ടേക്ക് വരുന്നേ. അനസര വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നാളെ ഞാൻ കോടതിയിൽ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്നോട് ദേഷ്യം തോന്നുക. എന്തിനാ മോളെ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ ധൈര്യപൂർവ്വം തന്നെ കോടതി പറഞ്ഞോളാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് അനസര ഇറങ്ങിപ്പോയി. അപ്പൊ അവൾ ഇങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും ആരും ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അനു, നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ പറയണമെന്നറിയാവോ? ഇതിനു വേണ്ടിയിട്ടാണോ ഇവിടം വരെ നമ്മൾ എത്തിയത്? കേസും കാര്യങ്ങളും കൊടുത്ത എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലന് ആരിന്റെ കൈ പിടിച്ച് അവിടേക്ക് ഇരുത്തി. എടാ, മിണ്ടാതിരിക്കുന്നത് കോടതിയാന്ന് പറഞ്ഞു. ആ സമയം ജഡ്ജി ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചേ എന്ന് ചോദിച്ചു. അത് പിന്നെ അലോകിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവൻ ചെയ്ത ക്രൂരത എത്രമാത്രം വലുതാന്ന്. അവന്റെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവനോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല. അവൻ ചെയ്ത ക്രൂരത എനിക്ക് മറക്കാനും പറ്റുന്നതല്ല. ഒരിക്കലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇരു കുടുംബങ്ങളും തമ്മിൽ ഉള്ളതാണ്. ഒരുപക്ഷെ അലോക് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കണം. പിന്നെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ല കാര്യം. പിന്നെ അതിനകത്ത് ശിക്ഷ കിട്ടുന്നതിനേക്കാളും ശിക്ഷ കിട്ടുന്നതിലൊന്നും അർത്ഥമില്ല. കാരണം തെറ്റ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിൽ തിരുത്താൻ നോക്കും. പിന്നീട് അനസരി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് അലോകിനോട് ഒരിക്കലും ഞാൻ ചേർന്ന് പോരാണ്ട് ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അനസരിയുടെ മൊഴി പ്രകാരം എന്ത് ചെയ്തു, ഒടുവില് കോടതി ആ കേസ് പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ്. കോടതി പറഞ്ഞു, അപ്പൊ ഇതിന് ഇനിയിപ്പം വേറൊരു ഇതില്ല. കാരണം പരാതിക്കാർ തന്നെ മൊഴി തന്നു കഴിഞ്ഞു, കേസ് പിൻവലിക്കുകയാണ്. അങ്ങനെ അതിനുള്ള അനുമതി കൊടുക്കുകയാണ്. ഈ സമയത്ത് ആരിനും ബാലിനും ഒക്കെ ഞെട്ടിത്തിരിച്ചിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അങ്ങനെ കോടതി കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ വന്ന് അനുവിനോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നേരത്തെ പറയാൻ പറ്റുന്നോ കേസ് പിൻവലിക്കുന്നതിനെ കുറിച്ച്? നമ്മൾ ജയിക്കേണ്ട കേസായിരുന്നത്. എന്തൊക്കെയാ ബാലേട്ട അത്? നിങ്ങളുടെ മോൾ എന്തൊക്കെയാ കാണിച്ചു വെച്ചേന്ന് ചോദിച്ചു. അത് പിന്നെ വക്കീല് വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട്
വക്കീൽ അങ്ങോട്ടൊന്ന് പോയി. അപ്പോഴേക്കും ആര്യം വന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടി അനു കാണിച്ചേ, നമ്മൾ ജയിക്കേണ്ട കേസായിരുന്നു എന്നിട്ടെന്ന് പറഞ്ഞ് ആര്യം കിടന്ന് ദേഷ്യപ്പെടുവാണ് അനുവിനോട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.